പറ. തലവേദന എന്ന് പറഞ്ഞ് ലീവ് എടുത്തിട്ട് വെയിലത്തിറങ്ങി നടക്കുക. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ഏട്ടൻ സിറ്റിയിൽ വീട് വെച്ച് അച്ഛനെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോണെന്ന് കേട്ടു. അതൊന്നും തീരുമാനിച്ചിട്ടില്ലടാ. ഇനി പോയാൽ തന്നെ ഞങ്ങള് സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനൊന്നും പോണില്ല. കുറച്ചു ദിവസം അവന്റെ കൂടെ, കുറച്ചു ദിവസം നിന്റെ കൂടെ മാറി മാറി നിൽക്കാം. എന്താ? ഞാനും സിറ്റിയിൽ ഒരു വീട് വെച്ചാലോ എന്ന് ആലോചിക്കുക. നിനക്ക് ഈ വീടില്ലേ? ഓ, എനിക്കെന്തിനാ ഈ പഴഞ്ചൻ വീട്? ഞാനും ഏട്ടനെ പോലെ 10-25 കിലോമീറ്റർ പോയിട്ടല്ലേ ജോലി ചെയ്യണേ. നല്ല മോഡേൺ സ്റ്റൈലിൽ സിറ്റിയിൽ ഒരു വീട് വെക്കണമെന്ന് എനിക്കും ഇല്ലേ മോഹൻ. അതിനിപ്പോ എവിടുന്നാ പണം? അച്ഛന് കിട്ടിയത് എത്രയാന്ന് നിനക്കറിയാലോ. അത് സുമിത്രയും ഹരിയും കൂടി ചോദിച്ചിരിക്കുക. ഈ വീട് വിൽക്കാം. എത്ര കൊല്ലം പഴക്കമുള്ളതാ? ഏത് കാറ്റത്താ ഇടിഞ്ഞ് വീഴുന്നെന്ന് വല്ല നിശ്ചയമുണ്ടോ? മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അസ്ഥിത്തറ ഇവിടെയല്ലേ ഉള്ളത്. അത് വിട്ടിട്ട് പോവാൻ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നണില്ല. അമ്മ പറഞ്ഞ അച്ഛൻ കേൾക്കാണ്ടിരിക്കില്ല. ഞാൻ പണിയണ വീട്ടില് അച്ഛനും അമ്മയ്ക്ക് നല്ല സ്റ്റൈലിനൊരു ബെഡ്റൂം. അതല്ല, രാധയുടെ കാര്യത്തിന്. അതിന് ഞങ്ങൾക്കും കൂടി ഉത്തരവാദിത്വം ഇല്ലാമേ. ശമ്പളം കിട്ടിയ മാസാ മാസം 500 രൂപ വെച്ച് അച്ഛന്റെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ട് ഞാൻ വീട്ടിൽ കയറൂ. എന്തായാലും അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. ചോദിച്ചാ പോരാ, സമ്മതിപ്പിക്കണം. ശക്തി പറഞ്ഞ ശിവൻ കേൾക്കാണ്ടിരിക്കോ? ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ തോയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക. എന്താ അത്? അലുവേ? മേന്ന് അലുവ കടയിന്ന് വാങ്ങാനല്ലേ പറ്റൂ. എനിക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. എന്താ പതിവില്ലാണ്ടത്? കുട്ടികളറിയാതെ നമുക്ക് രണ്ടാൾക്ക് മാത്രം കുറച്ചുണ്ടാക്കിയതാ. കുട്ടികൾ അറിയണ്ടേ? അയ്യേ, തനിക്കിത് എന്തു പറ്റി? ഈ പ്രായത്തിൽ ഇങ്ങനെ നമുക്ക് മാത്രമായിട്ടൊരു മധുരം ഉണ്ടോ? ഈ ചിരിയിൽ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. എനിക്കറിയാം, മേന്ന് ഇങ്ങനെ പറയുള്ളൂന്ന്. അച്ഛന് കിട്ടിയ പണത്തിന് മക്കള് ചില പദ്ധതികളൊക്കെ കൂട്ടണുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞൂടല്ലോന്ന്. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? 250 റുപ്യ ശമ്പളക്കാരനായിട്ടാ ഞാൻ തന്റെ കൈക്ക് പിടിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ശമ്പളം കൊണ്ടുവന്ന് ഏൽപ്പിക്കണമല്ലാതെ എന്തെങ്കിലും കണക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഓണമായാലും വിഷു ആയാലും കല്യാണം ആയാലും പിറന്നാളായാലും ബഡ്ജറ്റ് ഇടുന്നതും തീരുമാനം എടുക്കുന്നതും ഒക്കെ താനല്ലേ? നാളെ തന്നെ ആ രൂപ മുഴുവൻ തന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. എന്താ വേണ്ടെച്ചാ ചെയ്തോളൂ. കുട്ടികളുടെ പദ്ധതികൾ എന്താണെന്ന് അറിയണ്ടേ? അച്ഛമ്മല്ലേ എതിരും പറയൂന്നാ എന്റെ പേടി. നീ മനസ്സമാനായിട്ട് കിടന്ന് ഉറങ്ങ. അതൊക്കെ അമ്മ പറഞ്ഞ് സമ്മതിപ്പിച്ചോളൂ. വീട് വിൽക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞ എന്താ ചെയ്യാ? കോടതിയിൽ കേസൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അച്ഛന്റെ സ്വന്തം സമ്പാദ്യല്ലേ, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അല്ല, നീ നിയമവും വകുപ്പൊക്കെ എവിടുന്നാ പഠിച്ചേ? ഓ, ഇതൊക്കെ അറിയാൻ വക്കീലിന് പഠിക്കൊന്നും വേണ്ട. ഈശ്വര, അച്ഛന് നല്ല മനസ്സ് തോന്നിയാ മതിയായിരുന്നു. ഓക്കെ, അപ്പോ മാസം ഏതാണ്ട് 1000 റുപ്യയോളം നമ്മുടെ കയ്യിൽ വരും. വിഷുക്കൈനീട്ടം കൊടുക്കാനോ പിറന്നാൾ സമ്മാനം വാങ്ങാനോ അത് ധാരാളം. വേണമെങ്കിൽ ചോറ്റാനിക്കരയിലോ ഗുരുവായൂരിലോ എവിടെ വെച്ചാ ഇഷ്ടം പോലെ പോയി തൊഴിയാവാം. പിന്നൊരു കാര്യം, കുട്ടിയോട് നമുക്കൊരുക്കുന്ന സ്റ്റൈലൻ ബെഡ്റൂമിൽ വന്ന് ഇടയ്ക്ക് എനിക്ക് കാല് തിരുമ്മി തരണം, മുറുക്കാനെടുത്തു തരണം. മുറുക്കാനോ? നിർത്തിയ ദുശീലങ്ങളൊക്കെ പിന്നെയും തുടങ്ങാൻ പോവാ. ഓ, മനുഷ്യനായ എന്തേലും ഒരു ദുശീലം വേണോടോ? അതൊന്നും ഇനി വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട.
പക്ഷേ ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാടോ ഒരു സുഖം. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അലുവയോ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കുക, ഒരു നിവേദ്യം പോലെ. ആ പിന്നെ കുട്ടികളുടെ വീട് പണിയും രാധികയുടെ മംഗല്യം ഒക്കെ മംഗളമായിട്ട് നടന്ന ഗുരുവായൂർ വന്ന് കുളിച്ചു തൊഴാമെന്ന് നേർന്ന് ഒരു 101 ഉറുപ്പിക എടുത്ത് കിഴിയേറ്റി വെക്കുക. അതൊക്കെ ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞു. ആഹാ, എന്നാ ഇനി ഇത്തിരി മധുര. ഒരു വളവ് തിരിഞ്ഞതും കാത്തിരുന്ന മതി. നീ വാലടച്ചിരുന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി വന്ന വരാന്തയിൽ എങ്ങനെ കിടന്നോട്ടെ. പ്രായമായ മനുഷ്യനല്ലേ, അങ്ങനെ വലിയ സിമ്പതിയും തോന്നേണ്ട കാര്യമില്ല. ഈ തന്ത ആയുഷ്കാലം നന്നാവാൻ പോണില്ല. അടിച്ച വഴിയെ പോയില്ലേ, പോയ വഴി അടിക്കണം. തന്ത ആയാലും ശരി, മോനായാലും ശരി. ദീപാ സ്വയം വാലോർന്നോട്ടെ. രാത്രിയല്ലേ സാറേ, എന്തെങ്കിലും കൊടുത്താ? രാത്രി എന്താ റോഡിന് നീളം കൂടു? സാറിന് 10 രൂപ കൊടുക്കുള്ളൂ. മീറ്ററിന് മേലെ എന്തെങ്കിലും കൂടെ താ സാറേ. അവനൊരു ചവിട്ടരാം എഴുതണം പോളാ. 100 വീലായപ്പോ കണ്ടില്ലേ? അപ്പൊ 4 വീലായിരുന്നെങ്കിൽ ഇവൻ ആരായിരുന്നേന്? വീണു വീണു. ആരാ എന്നെ പിടിച്ച? കയ്യെന്ന് വിടറാ. ആരും എന്നെ പിടിക്കണ്ട. അച്ഛൻ ഇഷ്ടമാണോ മക്കൾക്ക് ഇഷ്ടമാവില്ല, മക്കൾക്ക് ഇഷ്ടമാവണോ അച്ഛൻ ഇഷ്ടമാവില്ല. എന്താ ചെയ്യുക? തലയിലെടുത്ത് തലമുടി പഠിച്ചാ പോവൂ. വലിയ വേദാന്തം പറഞ്ഞ് എന്നെ സോപ്പിടല്ലേ. സോപ്പ് ഇട്ടിട്ടുള്ള തന്തയ്ക്ക് ഉറക്കാത്തവനൊക്കെ എന്നെ കുഴിയിലാക്കിയിട്ടേ ഉള്ളൂ. അച്ഛൻ മുന്നോട്ട് വന്നേ. വിടറാ, വിടറാ. എത്ര മദ്യപിച്ചാലും തമ്പി കണ്ടുള്ളൂ വിടില്ല. നോക്കിക്കോ, നോക്കിക്കോ. റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്. കാണ്ട പട്ടാളം വീണു. പൊക്ക് പൊക്ക്. ഓ വാള് വാള് വാളടിച്ച്. എന്നെ കൊണ്ട് വയ്യ. മിക്സിട്ട് തിളപ്പിച്ച വെള്ളവാ. എഴുന്നേറ്റ് മൂടി പോച്ച നാവിയുണ്ടേ. എന്നെ ആരും ചികിത്സിക്കണ്ട. സാറിനെ അല്ല, സാറിന്റെ പനിയെ ചികിത്സിക്കാനാ. എണീക്ക് എണീക്ക്. ഓ ഒന്ന് എണീക്കാൻ. ഇവിടെ ബ്രാൻഡി എല്ലാം കൂടെ വലിച്ചു കയറ്റിട്ട് ബാക്കിയുള്ളവരുടെ പാടെ. ഇങ്ങോട്ട് തിരിഞ്ഞേ. നോക്കി പഠിപ്പിക്കുന്നു വേണ്ട. ശബ്ദിച്ച് മുറി മുഴുവൻ വൃത്തികേടാക്കിയത് കഴുകി തുടച്ച് കിടന്നപ്പോഴേ നേരം വെളുക്കാറായി. ഒന്ന് തിരിഞ്ഞേ. ശനിയാഴ്ച ചോറും മദ്യപിക്കുന്ന എന്റെ ഒരു ശീലമാ. അത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നു. 7ര ശനി 2ര ശനി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ മദ്യപാന ശനി ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുക. ശരിക്കും നാവിയുള്ളു, നന്നായിട്ടൊന്ന് വേർക്കട്ടെ. ഇതങ്ങോട്ട് കുടിച്ചേ. വേണ്ട, വിഷമൊന്നുമല്ല. ചുക്കും കുരുമുളകും കൂടിയിട്ട കാപ്പിയാ. ഒറ്റ വലിക്ക് കുടിച്ചിട്ട് നന്നായിട്ട് നാവി കൊണ്ടേ ശരിക്കൊന്ന് വേർത്ത് കഴിഞ്ഞാൽ പനി പമ്പ അടക്കും. എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കും. അടുത്ത മദ്യപാന ശനി വരുമ്പോ എഴുന്നേറ്റ് നടക്കണ്ടേ. അങ്ങോട്ട് വാങ്ങിക്കും. ആഹാ, എഴുന്നേറ്റോ? എങ്ങോട്ടാ പുറപ്പാട്? അത്താഴത്തിന്റെ ആണോ? എന്റെ ഈ ചില്ലറയില്ല. ഉണ്ണാൻ വരുമ്പോ തന്നാ മതി. ഊണിനുള്ളതല്ല, വിക്സിട്ട് ആവ് പിടിച്ചതിനും ചുക്ക് കാപ്പിക്കും. അതിനാണോ? അതിന് ഇത്രയൊന്നും വേണ്ട. ഇന്നലെ മുറി കഴുകി തുടച്ചെന്ന് പറഞ്ഞില്ലേ, അതിനും പിന്നെ എന്നെ ട്രീറ്റ് ചെയ്യാനുള്ള നേഴ്സിംഗ് ഫീസും എല്ലാം കൂടെ ചേർത്താ. കഷ്ടം തന്നെയാ നിങ്ങളുടെയൊക്കെ കാര്യം. എന്തിനാ അവരോട് ഇങ്ങനെ? സത്യം പറഞ്ഞാ എനിക്കും വിഷമം തോന്നി. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോ ജോലി ചെയ്താൽ അതിനുള്ള കൂലി, അതിലെന്താ കുഴപ്പം? തമ്പിസാറിന്റെ സ്വഭാവം പകർന്നു തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഈ കാടവും കടപ്പാടും എന്നൊക്കെ പറഞ്ഞ വെറുതെ. രൊക്കം പണം, അതാ നല്ലത്. ആരും അവകാശം പറയില്ലല്ലോ. രാജേട്ടനും ജുറാസിക്കായി തുടങ്ങി. അല്ല, തറവാട് വെക്കാൻ പോവാന്ന് കേട്ടു. അപ്പൊ നിങ്ങൾ 3 ആരോട് താമസിക്കും? ഒരാഴ്ച ഹരിയേട്ടന്റെ കൂടെ ചങ്ങനാശ്ശേരിയില്, പിന്നെ ഒരാഴ്ച ഗോപിയേട്ടന്റെ കൂടെ കടുത്തുരുത്തിയില്. അപ്പോ തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യാനല്ലേ സമയം ഉണ്ടാവും. രാധയ്ക്ക് എന്നാ ഹോസ്റ്റലിൽ നിന്നൂടെ? എന്തായാലും ഇക്കൊല്ലം കൂടിയല്ലേ ഉള്ളൂ. എന്താ ഡിഗ്രിക്കൊന്നും എന്നെ വിടുമെന്ന് തോന്നണില്ല. മിക്കവാറും ഞാനും ഇക്കൊല്ലം കൂടെ ഉണ്ടാവും. ഒരു ജോലിക്കാരി ശരിയായി വരണുണ്ട്.
കൽക്കട്ടയിലാ. കൽക്കട്ടയിലോ? ആ, കിട്ടിയ ഭാഗ്യം. ഇവിടം വിട്ടു പോകാൻ വിഷമം തോന്നണില്ലേ? വിഷമോ? എന്തിന്? എവിടെയായാലും എനിക്കൊരുപോലെ സ്വന്തം ബന്ധമുള്ളവർക്കല്ലേ വിഷമിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോ ചടങ്ങ് ആരംഭിക്കാം അല്ലേ പാർവതി? ആ. ക്രമം അനുസരിച്ച് ആയിക്കളയാം. ദാ ഉം. ആദ്യം ബാലനും സുമിത്രയും വന്നോളൂ. എപ്പോഴാ ആവശ്യം വെച്ചാ അപ്പൊ തിരിച്ചു വരുമല്ലോ അല്ലേ? അച്ഛന് ഞങ്ങളെ വിശ്വാസമില്ലേ? ആ, വിശ്വാസമില്ല പിന്നെ തരുവോ? 50,000 ഉണ്ട്. ആ, അടുത്ത ആള് വന്നോളൂ. ഞങ്ങളാണോ അച്ഛാ? ആ, ക്രമം അനുസരിച്ച് ആദ്യം പറഞ്ഞില്ലേ? ഓ. അപ്പോ മാസം 500 ഉറുപ്പിക വെച്ച്. മറക്കില്ല. അത് അച്ഛന്റെ പേര് ബാങ്കിൽ ഇട്ടിട്ട് വീടിന്റെ പടി ഞാൻ കയറും. ഓക്കെ ഓക്കെ. നിന്നെ എന്താ ഇനി പ്രത്യേകം വിളിക്കണോ? അല്ല, ഞങ്ങൾക്ക് ആ, നിങ്ങൾക്കുള്ളതും ഉണ്ട്. വാ, ഇത് ഈ വീടിന്റെ ആധാരമാ. ഇത് നിന്റെ ഇഷ്ടം പോലെ വിനിയോഗിക്കാൻ സർവ്വ സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുള്ള അവകാശപത്രവും ഇതിനകത്തുണ്ട്. ദാ, സന്തോഷമായോ? ആ. നീ രാധികയുടെ കാര്യമാ. മാസം 500 ഉറുപ്പിക വെച്ച്. എന്താ ഇത്? കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ, അവർക്കറിയില്ലേ. പറഞ്ഞേ ഉള്ളൂ. ഇനി അച്ഛന്റെ കയ്യിൽ ഒന്നും ബാക്കിയില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ആ. ആ, ഇനി മുത്തച്ഛൻ്റെതായിട്ട് ഇതേ ബാക്കിയുള്ളൂ. ആർക്കാ വേണ്ട വെച്ചാ എടുക്കാം. അയ്യോ, ഉണ്ടാക്കല്ലേ. ഉണ്ണിക്കുട്ടനല്ലേ ചെറിയ കുട്ടി, അവന് കൊടുക്കാം. എന്താ ഉണ്ണിക്കുട്ടൻ എത്രയും വലിയ ബാഗ്? വലുതാവുമ്പോ മുത്തച്ഛനെ പോലെ ജോലിക്ക് പോവാനാ. ഉമ്മ. അപ്പോ 30 വർഷത്തെ സമ്പാദ്യങ്ങളൊക്കെ പങ്കിട്ടു. ഇനി അത് ഇരട്ടിക്കിരട്ടി ആക്കിയില്ലേലും കളയാതെ സൂക്ഷിക്കുക. ഈശ്വരാ. വാ, ഇതില് കേറ്. നമുക്ക് പോവാൻ കാറില്ലേ? ആ മക്കള് കുഞ്ഞമ്മാന്റെ കാര്യം കയറി. അത് വേണ്ട ബാലേട്ടാ, ഞാൻ പറയണ കേക്ക്. ആ ശരി ശരി, പോവാം. ആ, ഇതൊക്കെ ഈ വണ്ടിയിലോട്ട് കയറ്റിക്കേ. പെട്ടെന്ന് പെട്ടെന്ന്. കൃഷ്ണ, അച്ഛനെന്തി? അപ്പുറത്തുണ്ട്. നീ ഒരു ദീപം കിട്ടിയില്ല എന്ന് വരും, ഓർക്കണം. ആ, അച്ഛനോടും അമ്മയോടും യാത്ര പറയായിരുന്നു. അവരെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തനിക്ക് എന്നോടൊന്ന് ആലോചിക്കാമായിരുന്നു. ആലോചിച്ചാ താൻ എന്തേലും കൊലസ്റ്റ് പറയും, അതുകൊണ്ടാ പറയാഞ്ഞേ. ഒക്കെ പാർവതിയുടെ തീരുമാനാ. ഇനിയുള്ള കാലം ആൽത്തറയിൽ വെച്ച് കൂടാന്ന് പറഞ്ഞിട്ട് മേനോൻ ഇപ്പൊ ഞങ്ങളെ വിട്ടു പോവല്ലേ? ഇടയ്ക്ക് വരാലോ. എനിക്കിനി വേറെന്താ പണി? അച്ഛാ, അച്ഛാ, അമ്മയെ കാണാനില്ല. മുറിയിലൊക്കെ നോക്കി, അവിടെ എങ്ങുമില്ല. പാറുട്ടിയെ, അമ്മേ 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 പാറുട്ടിയെ, അമ്മേ, കണ്ടോ? പാറുട്ടിയെ, അമ്മേ അമ്മേ, അമ്മേ. അമ്മേ, അവിടെ എങ്ങാനും ഉണ്ടോ? ഇല്ല, എന്റെ ഭഗവതി. നമുക്ക് ആ കിട്ടോ? അമ്മേ, അമ്മേ, എന്തിയെ? കണ്ടില്ല. പാറുട്ടിയെ, അമ്മേ. പാറുട്ടിയെ.
പാർവതി പാർവതി പേടിപ്പിച്ച് കളഞ്ഞൂലോ താൻ. എന്തു പറ്റി തനിക്ക്? വിട്ടു പോകാൻ പറ്റണില്ല. അത് കൊള്ളാം. ഒക്കെ തീരുമാനിച്ചിട്ട് ഇതിപ്പോ നമ്മുടെ വീടല്ല, പോയേ പറ്റൂ. വരിക, വാ വരിക. വാ. എന്തിനാ കരയണേ? നമ്മള് വനവാസത്തിനൊന്നും അല്ലല്ലോ പോണേ, മക്കളുടെ വീട്ടിലേക്കല്ലേ, അല്ലേ നമ്പി? എടോ, ഒന്നിനു പകരം നമുക്കിപ്പോ 2 വീടാ. കണ്ണു തുടക്കേ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് വേണ്ടേ ഇറങ്ങാൻ? കണ്ണീര് തുടയ്ക്ക്. മനുഷ്യന്റെ ഓരോ സ്വഭാവങ്ങളെ. ഞാനില്ലടോ തന്റെ കൂടെ.